എല്ലാവർക്കും അക്കിക്കാവ് പൂരത്തിൻ്റെ ഒരു പൂരം വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നാണ് ആനപ്പൂരം. പക്ഷേ ഇന്ന് കരിങ്കാളികളും വരുന്നുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് 2 കരിങ്കാളികൾ തന്നെയാണ്. അവർ നല്ല രീതിയിൽ തുള്ളി തുള്ളി അങ്ങനെ വരുന്നുണ്ട്. ഇന്നലെയും കുറച്ച് കരിങ്കാളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആനയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു വശത്തായിട്ട് കുറച്ചധികം ആനകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ചെറക്കൽ കാളിദാസനും പാമ്പാടി രാജനും തെച്ചിക്കോട്ടുകാർ രാമേന്ദ്രനും അങ്ങനെയുള്ള ആനകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആനകളെല്ലാം കുറച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരുകളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് മേഘാർജുനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെ അയ്യപ്പത്ത് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ മുള്ളത്ത് ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ആനകളെല്ലാം വളരെ ശാന്ത സ്വഭാവക്കാരായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് മുള്ളത്ത് ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ആന. വളരെയധികം തീറ്റപ്രിയനായിട്ടുള്ള ഒരു ആനയാണ്. ആനയുടെ രൂപം കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്ന ഈ ആന കോണാർക്ക് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. ഏകദേശം ഇതുവരെയാണ് തിടമ്പില്ലാതെ അതായത് കോലില്ലാതെ നിൽക്കുന്ന ആനകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആനകളുടെ മുന്നിൽ തിരക്കും വളരെയധികം കുറവായിരുന്നു. കോലം പിടിച്ചിരിക്കുന്ന ആനകളുടെ മുന്നിൽ നല്ലധികം തിരക്കാണ്. അതുമാത്രമല്ല ആ ഭാഗത്തായിട്ടാണ് പഞ്ചാരിമേള എല്ലാം നടക്കുന്നത്. അപ്പോൾ കോലുള്ള ആനകളുടെ പേര് നോക്കാനോ അല്ലെങ്കിൽ കോലുള്ള ആനകളെ കാണാനോ നമുക്ക് സാധിക്കുന്നതല്ല. കാരണം അത്രയും നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോകാനൊന്നും എളുപ്പമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആനകൾ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ഗോകുലുണ്ട്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് പുതുപ്പള്ളി സാധു. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നത് ചെറക്കൽ കാളിദാസൻ. അത് കഴിഞ്ഞിട്ട് പാമ്പാടി രാജൻ. അത് കഴിഞ്ഞിട്ട് ദേവസ്വത്തിൻ്റെ ആനയായിട്ടുള്ള നൂലാടുമൽ ഗണപതി. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിൽക്കുന്നത്. ദേവസ്വം ആനയുടെ വലത്തെ ഭാഗത്ത് ഒന്നാമത്തെ ആനയായിട്ടാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിൽക്കുന്നത്. രാമചന്ദ്രൻ്റെ അടുത്ത ഭാഗത്ത് രണ്ടാമത്തെ ആനയായിട്ട് നിൽക്കുന്നതാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്നത് തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിടമ്പെടുത്തിരിക്കുന്നത് പട്ടാമ്പി മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്, അഗതിയൂര് സെൻട്രൽ കമ്മിറ്റിയുടെ. അതിനുശേഷം പിന്നെ 3 ആനകളാണ് നിൽക്കുന്നത് തിടമ്പെടുക്കാതെ, അതായത് കോലം എടുക്കാതെ നിൽക്കുന്ന 3 ആനകൾ. അതിലൊന്ന് ചിറക്കര ശ്രീരാമും, മറ്റൊന്ന് മംഗലാംകുന്ന് ശരൺ അയ്യപ്പനും, പിന്നൊന്ന് അക്കരമേൽ പ്രസാദാനയും. അങ്ങനെ 3 ആനകളാണ് തിടമ്പ് എടുക്കാതെ അല്ലെങ്കിൽ കോലം എടുക്കാതെ ബാക്കി നിൽക്കുന്ന ഈ 3 ആനകളും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സൂം ചെയ്തിട്ട് ആനകളുടെ പേര് ലോക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ശരണയ്യപ്പനാനയുടെ കോലം കൊടുക്കാതിരുന്നത് മോശമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്യാവശ്യം ഉയരമുള്ള ഒരു ആനയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഏക്കം പോകുന്ന ആനയാണ്. എങ്കിലും ഇവരെന്തുകൊണ്ട് ആനയ്ക്ക് ഒരു തിടമ്പ് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനയ്ക്ക് രാത്രി എഴുന്നള്ളിപ്പില്ലല്ലോ. എവിടെയാണെങ്കിൽ രാത്രി എഴുന്നള്ളിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൽ വന്ന ആനയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാത്രി എഴുന്നള്ളിപ്പിന് മംഗലാംകുന്ന് ശരൺ അയ്യപ്പനായിരിക്കും തിടമ്പുണ്ടാവുക. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ അവർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും അതേപോലെ തന്നെ നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ അതിനൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നന്ദിലത്ത് ഗോപാലകൃഷ്ണനായിരുന്നു രാത്രി തിടമ്പുണ്ടായിരുന്നത്. അങ്ങനെ അവർ തിടമ്പ് മാറ്റി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ അക്കിക്കാവ് പൂരത്തിൻ്റെ ഒരു സമാപന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാരിമേളം ഉടൻ തന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനകളെല്ലാം കൂട്ടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട്. പറ്റാനകളില്ല, തിടമ്പാനകൾ മാത്രമാണ് കൊണ്ടുപോകുന്നത്. അതൊരു നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാ ജനങ്ങളും ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രമായിട്ടൊന്ന് ചുരുങ്ങും. അപ്പോൾ എല്ലാ ആനകളും അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചാരിമേള ഏകദേശം അവസാനിച്ചു. ഈ ഒരു ഭാഗത്തു കൂടെ തന്നെയാണ് ആ മേളം കുട്ടിയ കലാകാരന്മാരൊക്കെ വരുന്നത്. ആനയുടെ മുന്നിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. കാരണം അവർക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ വഴികളൊന്നുമില്ല, അതുകൊണ്ടായിരിക്കണം. അമ്പലത്തിലേക്ക് കയറുമ്പോൾ ആദ്യം ദേവസ്വം ആനയായ നൂലാടുമൽ ഗണപതിയാണ് പോകുന്നത്. നൂലാടുമൽ ഗണപതിയുടെ മീതെ നിൽക്കുന്നത് അക്കിക്കാവിൽ ഭഗവതിയുടെ തിടമ്പാണ് ഉള്ളത്. അതിനുശേഷം വരുന്നത് ഏറ്റവും ഉയരം കൂടിയ ആനയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. കൊങ്ങണൂർ ദേശം കമ്മിറ്റിയുടെ ആനയാണ്
തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതുമാത്രമല്ല വേറെ 2 ആനകളും അവർക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ചിറക്കിൽ വന്നിട്ടില്ലെന്ന് ചോദിച്ചു. ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല ചിറക്കിൽ കാളിദാസൻ വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. പിന്നീടാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാളിദാസൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. പിന്നീട് കടന്നു വരുന്ന ആനയാണ് പാമ്പാടി രാജനാന. അതിനുശേഷം വരുന്നതാണ് ചിറക്കൽ കാളിദാസനാന. തൃക്കടവൂര് ശിവരാജനാന ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കൊല്ലം ആനയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല. നാളെ ചീരംകുളം അമ്പലത്തിലെ പൂരത്തിന് വരുന്നുണ്ട്. ഏകദേശം 13,55,000 തെച്ചോട്ട് രാമേന്ദ്രൻ്റെ ഒരു റെക്കോർഡ് ഏക്കത്തുക പൊട്ടിച്ചു എന്നാണ് പറയുന്നത്. ആര് എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും തെച്ചുകൊട്ടുകാവ് രാമചന്ദ്രനെ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. അതെന്താണെന്നറിയില്ല, അങ്ങനെ തന്നെ ഈ ആനേനെ കാണാൻ വേണ്ടി മാത്രം എത്രയോ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു. മറ്റെത്ര ആനകളുണ്ട്? ശരിക്കും പറയണത് രാമചന്ദ്രനേക്കാളും ഉയരം കൂടുതലുള്ള ആനകൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആനകളതിനെ കാണാൻ ആരും നിൽക്കുന്നില്ല, രാമചന്ദ്രന് മാത്രമേ കാണാൻ നിൽക്കുന്നുള്ളൂ. തെച്ചുകൊട്ടുകാവ് രാമചന്ദ്രൻ തല താഴ്ത്തി നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നൂലാടുമേൽ ഗണപതിയുണ്ട്. അതിൻ്റെ അത്ര ഉയരം പോലും തോന്നിക്കുന്നില്ല. അങ്ങനെ എല്ലാ ആനകളും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു പോവുകയാണ്. എല്ലാ ആനകളെന്ന് പറയുമ്പോൾ കോലം വെച്ചിട്ടുള്ള ആനകൾ മാത്രമാണ് കിടക്കുന്നത്.
ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് എല്ലാ ആനകളും വന്നതിന് ശേഷം ഭഗവതിനെ വണങ്ങാൻ നിൽക്കുന്നതാണ്. അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അവസാനം തെച്ചൂട്ടുകാർ രാമേന്ദ്രൻ വന്നിട്ട് തൊഴുന്നോട് കൂടിയിട്ട് എല്ലാ ആനകളും ഭഗവതിയെ വണങ്ങുന്ന ഒരു ചടങ്ങ് പൂർത്തിയാവുകയാണ്. അതൊരു നല്ല കാഴ്ചയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടോളൂ. ഞാൻ അമ്പലത്തിനുള്ള നേരെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് അഗതിയൂർ സെൻട്രൽ കമ്മിറ്റിയുടെ പട്ടാമ്പി മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന ഭഗവതിയെ വണങ്ങുന്നതാണ്. ശരിക്കും നിൽക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഗുരുവായൂർ ഗോകുലം എന്ന് പറഞ്ഞിട്ട് ആന വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തിരക്കൂട്ടി അങ്ങനെ ആനനെ ചെറുതായൊന്ന് സൈഡ് ചെരിച്ചിട്ട് തൊഴിച്ചതാണ്. നൂലാടുമൽ ഗണപതി അവൻ്റെ നെറ്റിപ്പട്ടും തിടമ്പും എല്ലാം അവിടെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ആനേനെ കെട്ടാൻ കൊണ്ടുപോവുകയാണ്. ഇവിടെ തെച്ചുകോട്ട് രാമചന്ദ്രൻ ആ സമയം കൊണ്ട് ആനയുടെ നെറ്റിപ്പട്ടും കോലും എല്ലാം അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആന ഭഗവതിയെ വണങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും ആനയെക്കാളും ആനപ്പാപ്പന്മാരെക്കാളും കൂടുതൽ അഹങ്കാരമുള്ളത് അതിൻ്റെ കൂടെ നിൽക്കുന്ന എലിഫൻറ്റ് സ്ക്വാഡിന് തന്നെയാണ് കേട്ടോ. ആന വരാത്ത ഭാഗത്തെ ആൾക്കാരിനൊക്കെ വളരെ മോശമായ രീതിയിൽ പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ ആനകളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് കലാരൂപങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ ചുറ്റും നമുക്കൊന്ന്
അമ്പലപ്പറമ്പും കൂടിയും കാണാം. ഇവിടെ ഗാനമേള ഉണ്ട്. ഗാനമേളയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കതിനയ്ക്ക് വെടി പൊട്ടിക്കുന്നുണ്ട്. ശരിക്കും കത്തിച്ചു.